ഈ ഒരു മരം ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചപ്പോൾ എനിക്ക് ചാറ്റ് ജി പി ടി ഒരു അടിപൊളി ഐഡിയ തന്നു. കാണാനുണ്ടോ? നല്ല രസമുണ്ട്. പക്ഷേ ഇത്രയും ചെടികൾ എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കട്ടെ ഇമേജ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത്രയും എൻ്റെ കയ്യിൽ ഇത്രയും ചെടികളില്ല. പക്ഷേ ഉള്ള ചെടികൾ വെച്ചിട്ട് ഞാനൊരു ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയൊക്കെ നന്നായി അടിച്ച് കഴുകുക എന്നാണ്. അപ്പം ഞാൻ നന്നായി അടിച്ച് വാരി വെള്ളം ഒഴിച്ച് കഴുകിട്ടോ. ഞാൻ മിക്ക ദിവസം ഇങ്ങനെ അടിച്ച് കഴുകുക ചെയ്യുക. ഉമ്മാർ ഇങ്ങനെയാണ് കേട്ടോ കഴുകുക, തുടയ്ക്കാറില്ല. മെയിനായിട്ട് ഇങ്ങനെ അടിച്ച് നന്നായി കഴുകും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കഴുകിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെടി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ സോഫയുടെ ആ ഭാഗം ഒന്ന് കവറാവാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ ചെടി ആദ്യം നന്നായി തുടയ്ക്കാം കേട്ടോ. ചെടിയുടെ ഇലകളൊക്കെ കുറച്ച് പണിയുള്ള കാര്യമാണ്, പക്ഷെ നല്ല വൃത്തിക്ക് ഇരിക്കുമല്ലോ. അത് കാരണം ഞാനിരുന്ന് എല്ലാതും തുടച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മടിയായിട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ നിർത്തി. പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇരുന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഫ്രീ ആകുമ്പോൾ ഇരുന്ന് തുടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യത്തെ ഞാൻ തുടച്ച് എടുത്തിട്ടുണ്ട്. പിന്നത്തെ ഒന്നും ഞാൻ തുടയ്ക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വെച്ചപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ കൂടി ചെടി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെടി വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് ഒരു ചെടി കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെയാണ് ആ ഫോട്ടോയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു ചെടി വെച്ച് നോക്കി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ചെടി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ചെടിയിൽ ഇത് കുറവായ കാരണം ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് കുറച്ച് ഇത് തിക്നെസ് കുറവായി കഴിഞ്ഞാൽ ഒരു ഭംഗി കുറവുണ്ടാവും. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച് ചെടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ ജോലിക്കൊക്കെ പോണ കാരണം അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അങ്ങനെ കുറേ ചെടികൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. കണ്ടോ ഈ ചെടിയുടെ വേര് കണ്ടോ? ഒരുപാട് വേരുണ്ട്, പക്ഷേ ഈ ചെടി തീരെ വളരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ഉള്ള കാരണം നമ്മൾ ഇനി അങ്ങോട്ട് ശരിക്കും നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഭാഗത്തൊക്കെ നിറച്ച് മണ്ണായി. പണിയെടുക്കാൻ അറിയാത്ത ആൾ ചെയ്യണ പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറേ നാൾക്ക് ശേഷം ചെയ്യണ കാരണം എനിക്കൊന്നും അറിയാത്ത പോലെയാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ചെടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ വെക്കാം കേട്ടോ. ഇതെൻ്റെ പൂച്ചക്കുട്ടിയാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാത്തു എന്നാണ് കേട്ടോ മൂപ്പരാളുടെ പേര്. അപ്പം മൂപ്പരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെടി വെച്ചു. ഇനി ഇത് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. അവിടെ ഞാൻ ഒരു 4 ചെടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെടി വെച്ചപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു താഴത്തെ സ്റ്റെപ്പുമ്മേ ചെടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടി കൂടി ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ടൊന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫൈനലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയും നമ്മളിതിൽ ഓരോന്ന് ആഡ് ചെയ്യും. ഇതൊരു ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു പ്രത്യേക ഒരു കാമൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.